റിതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് ഒരടിപൊളി കൂട്ടുതോരൻ്റെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ കൂട്ടുതോരൻ തയ്യാറാക്കുന്നതിനായി ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും കാബേജുമാണ് എടുത്തിരിക്കുന്നത്. കാബേജിന് പകരം നമുക്ക് ഓമയ്ക്ക ചേർത്തും ഈ തോരൻ തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ക്യാരറ്റും ബീട്രൂട്ടും നമുക്ക് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. കാബേജ് പുഴുവിൻ്റെ ശല്യമുള്ള ഒരു പച്ചക്കറിയാണ്. അതുകൊണ്ട് ഇതിന് കീടനാശിനി നന്നായിട്ട് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് കഴുകിയ ശേഷം 3-4 വെള്ളം നന്നായിട്ട് കഴുകിയ ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. ഇളം ചൂടുവെള്ളത്തിൽ ഇടുന്നത് കൊണ്ട് കാബേജിൻ്റെ വൃത്തികെട്ട മണം മാറിക്കിട്ടും. കാബേജ് നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് എല്ലാം ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. കൂട്ടുതോരൻ തയ്യാറാക്കുന്നതിനാവശ്യമായ പച്ചക്കറികളെല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കാബേജ് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, 1 സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 1 മുറി തേങ്ങയുടെ പീര എടുത്ത് വെച്ചിട്ടുണ്ട്. തോരൻ തയ്യാറാക്കുന്നതിനായി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം വറ്റുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ചട്ടിയിലെ വെള്ളം വറ്റിയപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ തിളച്ചു അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ തോരൻ തയ്യാറാക്കാൻ. പച്ചമുളകും കറിവേപ്പിലയും വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോകരുത്. ഉപ്പ് കൂടിപ്പോയാൽ തോരൻ കഴിക്കാൻ ബുദ്ധിമുട്ടാകും. ഇനി ലാസ്റ്റിൽ ടേസ്റ്റ് നോക്കുമ്പോൾ പോരാഴിക ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ബ്രൗൺ നിറമാകുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പീരയും ബ്രൗൺ നിറമാകുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ രീതിയിൽ നമ്മൾ കൂട്ടുതോരൻ തയ്യാറാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. സവാള വഴലുന്നേ ഉള്ളൂ. സവാള വഴണ്ട് വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പീര കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീരയും ബ്രൗൺ നിറമായതിന് ശേഷമേ നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് കൊടുത്തു. സവാളയും മറ്റ് ഐറ്റംസും എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് വഴണ്ട് ബ്രൗൺ നിറമാകുന്നിടം വരെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം.
ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. തേങ്ങ മൂപ്പിക്കുന്നത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം, അല്ലെങ്കിൽ തേങ്ങ മൂക്കാതെ കരിയും. അങ്ങനെ തോരന് നല്ല ടേസ്റ്റ് കിട്ടത്തില്ല, പുകഞ്ഞ മണം വരും. അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തോരൻ തയ്യാറാക്കണമെന്ന് പറയുന്നത്. ഇനി ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. സവാളയും തേങ്ങാപ്പീരയും എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ചേർത്ത് കൊടുത്തു. ഇനി ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കാബേജ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇളക്കി ചെല്ലണം. 2 മിനിറ്റ് ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. രണ്ട് മിനിറ്റിന് ശേഷം എല്ലാം കൂടി നന്നായി വഴട്ട് വരുമ്പോൾ നീക്കി കൂട്ടി വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ ചട്ടിയുടെ അടിക്ക് പറ്റും. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. മാറ്റി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ അടപ്പ് മാറ്റി ഞാൻ 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു. ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ചട്ടിയുടെ അടിക്ക് അല്പം പോലും പിടിക്കുകയില്ല. വെള്ളം ചേർത്താൽ ഈ തോരന് ടേസ്റ്റ് കിട്ടത്തില്ല, ഇത് അവിഞ്ഞിരിക്കുകയും ചെയ്യും. ക്യാരറ്റിനും ബീട്രൂട്ടിനും കാബേജിനും എല്ലാം ജലാംശം ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇത് വേവിക്കാൻ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ലോ ഫ്ലെയിമിൽ ഇരിക്കുന്നത് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. ഏകദേശം വേവായിട്ടുണ്ട്. നമുക്കൊന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് തോരനൊന്ന് ഇളക്കിയിട്ട് അല്പം എടുത്ത് വെന്തോ എന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി ടേസ്റ്റ് കൂടി നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും മസാലയും പൊടികളെല്ലാം പാകത്തിനുണ്ട്. ഇതുപോലെ കൂട്ടുതോരൻ തയ്യാറാക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു പച്ചക്കറി ഇഷ്ടമല്ലാത്ത കുട്ടികളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാതെ അവർ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും.
കാബേജിന് പകരം ഓമയ്ക്ക ചേർത്ത് നമുക്ക് കൂട്ടുതോരൻ അടിപൊളിയായിട്ട് തയ്യാറാക്കാം. ഇതുപോലെ ഒരു തോരനും ചമ്മന്തിയും സലാഡോ പുളിശ്ശേരിയോ ഉണ്ടെങ്കിൽ നമുക്ക് മീനും മറ്റ് കറികളും ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റിൽ ചോറ് കഴിക്കാൻ സാധിക്കും. എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.